بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന വിഷയം ജലോപയോഗത്തെക്കുറിച്ചായിരുന്നു. വിശുദ്ധ ഖുർആനിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും വെള്ളം ഉപയോഗിക്കുന്നത് എത്രത്തോളം സൂക്ഷിക്കണം എന്നതാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചൂട് കൂടി വരികയാണ്, വെള്ളം വലിയ പ്രശ്നമാവുകയാണ്. ഈ സന്ദർഭത്തിൽ നാം ധാരാളമായി അത് ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമികമായി നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കണം എന്നതാണ്. സമയം ചെലവഴിക്കേണ്ടത് വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാഹു വഅൻ ഇൽമിഹി ഫീമ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണിത്. ഇതിൽ പറയുന്നത്, അന്ത്യനാളിൽ ഒരാളുടെയും കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല അവനോട് താഴെ പറയുന്ന ഈ കാര്യങ്ങൾ ചോദിച്ച ശേഷമല്ലാതെ. ഒരു ചോദ്യം ചെയ്യൽ വരുന്നു. ഏതെല്ലാം വിഷയം? അൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിനെക്കുറിച്ച്, ഫീമ അഫ്നാഹു, അത് എന്തിലാണ് അവൻ നശിപ്പിച്ചത് എന്ന്. ഒരായുസ് കിട്ടിയിരുന്നല്ലോ ദുനിയാവിൽ ജീവിക്കുവാൻ. 50 കൊല്ലം 60 കൊല്ലം 100 കൊല്ലം ഒരാൾ ജീവിച്ചിട്ട് അതെങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ആയുഷ്കാലത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹു ചോദിക്കും. മറ്റൊന്ന് വഅൻ ഇൽമിഹി ഫീമ ഫഅല, ഒരാളുടെ ഇൽമിനെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് അള്ളാഹു തആല ചോദിക്കും, അതെന്തിലാണ് ഉപയോഗിച്ചത് എന്ന്. അറിവുണ്ടായിരുന്നു, ആ അറിവ് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഉപയോഗപ്പെടുത്തിയോ അതല്ല, ഒരു കാര്യവുമില്ലാതെ അങ്ങനെ അറിവുള്ളവനായി ജീവിക്കുകയാണോ ചെയ്തത്. മൂന്നാമത്തെ വിഷയം വഅൻ മാലിഹി, അവൻ്റെ ധനത്തിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ധനത്തിനെക്കുറിച്ച് 2 ചോദ്യമുണ്ട്. അത് മിൻ ഐന ഇക്തസബഹു, അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, വഫീമ അൻഫഖഹു, എന്തിലാണ് ചെലവഴിച്ചത്. ചെലവഴിച്ചത് മാത്രമല്ല ചോദിക്കുക, സമ്പാദിച്ചതും ചോദിക്കും. ഹറാമും ഹലാലും ശ്രദ്ധിച്ചുകൊണ്ട് ഹലാലായ നിലക്കാണോ സമ്പാദ്യം, അതല്ല എങ്ങനെയെങ്കിലും വാരി കൂട്ടിയിട്ട് പിന്നെ ചെലവഴിക്കാൻ തുടങ്ങിയതാണോ? 2 ചോദ്യമുണ്ടാകും.
പിന്നെയുള്ള വിഷയം വൻ ജിസ്മിഹി, അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചോദിക്കും. ഫീമ അബ്ലാഹു, അത് എങ്ങനെയാണ് അവൻ നുരുമ്പിപ്പിച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞാൽ ശരീരത്തെ എങ്ങനെയാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്ന്, എന്ത് ചെയ്തു. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരം നുരുമ്പിപ്പോവുകയാണ്, ദ്രവിച്ചു പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ശരീരം കൊണ്ട് ചെയ്തു എന്ന്. ആയുസ് എന്തിനുപയോഗിച്ചു, ഇൽമ് കൊണ്ട് എന്ത് ചെയ്തു, ധനം എങ്ങനെ സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു, ശരീരം അത് നശിച്ചു പോകുന്നതിന് മുമ്പ് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. ഇതിൽ നോക്കൂ, ഒരാളുടെ ജീവിതത്തിൽ ഒന്നും ചോദ്യം ചെയ്യുന്നതിന് പുറത്തല്ല, എല്ലാം നമുക്കതിന് ഉത്തരവാദിത്തമുണ്ട്, അതിന് മറുപടി ബോധിപ്പിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ഇതാ വെക്കേഷൻ വരികയാണ്, അവധിക്കാലം വരികയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളും കോളേജും ഒക്കെ അടയ്ക്കുകയാണ്. ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾക്കും അവധിക്കാലം വരികയാണ്. അവധിക്കാലം എന്ത് ചെയ്യണം, അവധിക്കാലം എന്ത് ചെയ്യണം ആലോചിക്കേണ്ടതാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്ന് തുടങ്ങുക എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു തീർത്തു, മറ്റൊന്ന് തുടങ്ങണം. അവധിക്കാലം നമ്മുടെ ജീവിതത്തിലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പീരീഡ് തന്നെയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫ ഹസിബ്തും അന്നമാ ഖലഖനാക്കും അബസ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്. അന്നക്കും ഇലൈന ലാ തുർജഊൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്താണിത്, സൂറത്തുൽ മുഅ്മിനൂൻ. എന്താ അല്ലാഹു തആല ചോദിക്കുന്നത്? അഫ ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാക്കും അബസ, നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന്. തന്നെ ഒരു ഉദ്ദേശവുമില്ല, അങ്ങനെയല്ല. നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പുറകിൽ വലിയ ലക്ഷ്യമുണ്ട്. വന്നക്കും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മടക്കമുണ്ട്, പരലോകമുണ്ട്, ചോദ്യമുണ്ട്, രക്ഷയും ശിക്ഷയുമുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ സമയമാണെങ്കിലും അത് വെറുതെ കളയാൻ പറ്റില്ല എന്നാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ പറഞ്ഞ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗതി, സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നത് മരണത്തെക്കാൾ കഠിനമാണ്. സമയം നഷ്ടപ്പെടുത്തുക വെറുതെ, അത് മരണത്തെക്കാൾ കഠിനമാണ്. കാരണം ലിയന്ന ഇളാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹി വദ്ദാറിൽ ആഖിറ, കാരണം സമയം നഷ്ടപ്പെടുത്തുന്നത് മൂലം, ഇളാഅത്തുൽ വഖ്ത് സമയം നഷ്ടപ്പെടുത്തുക, അതുമൂലം ഉണ്ടാകുന്നത് നിന്നെ അള്ളാഹുവിനോടും അതുപോലെ പരലോകത്തോടുമുള്ള നിന്റെ ബന്ധം കട്ട് ചെയ്യാണ്, മുറിച്ചു കളയാണ്. എന്നാൽ വൽ മൗതു യഖ്തഉക അനി ദുനിയാ വഅഹ്ലിഹ, മരണം കൊണ്ട് മരണം മുറിച്ചു കളയുന്ന എന്താ, ദുനിയാവിനോടും അതിൻ്റെ അഹ്ലിനോടും ആളുകളോടുള്ള ബന്ധമാണ്. ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആ ദുനിയാവിനോടും ദുനിയാവിൽ ബന്ധപ്പെട്ടവരോടുള്ള ബന്ധം തീർന്നു. പക്ഷേ സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും ആഖിറത്തിനോടുള്ള ബന്ധമാണ് മുറിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്തി എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ളത്. സമയം നഷ്ടപ്പെടുത്തുക എന്നത് മരണത്തെക്കാൾ വലിയ സംഗതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. എന്തെന്നറിയോ, ഇങ്ങനെ വെറുതെ മടിയനായിരിക്കുന്നില്ലേ ആൾക്കാർ, ഒരു പണിയും ചെയ്യാനില്ല, ഇനിയിപ്പോൾ എന്താ മടിയൻ ആയിപ്പോവുക. മടി വരുന്നതിൽ നിന്ന് ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വഅഊദു ബിക മിനൽ ജുബ്നി വഅഊദു ബിക മിനൽ ഹറമി വഅഊദു ബിക മിനൽ ബുഖ്ലി. 4 കാര്യം പറഞ്ഞു. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. എന്തൊക്കെയാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി, ഒന്നാമത്തത് മടിയാണ്, അലസത. അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത, സമയം ഒന്നിനും ഉപയോഗിക്കാത്ത, മടിയനായിരിക്കുന്ന സ്വഭാവത്തിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക മിനൽ ഹറമി, വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ, വയസ്സുകാലത്തുണ്ടാകുന്ന കഷ്ടതകൾ, അതിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു. വഅഊദു ബിക മിനൽ ബുഖ്ലി, പിശുക്കനായി തീരുന്നതിൽ നിന്ന്, ആർക്കൊന്നും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്ന, ലുബ്ധ കാണിക്കുന്നതിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം പറഞ്ഞത് മടിയനായിരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ്. അത് പാടില്ലാത്തതായതുകൊണ്ടാണ്, അങ്ങനെ വരുന്നത് വളരെ പ്രയാസകരമായ അനുഭവമാകും എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ശരണം തേടിയത് എന്ന് മനസ്സിലാക്കണം.
മനുഷ്യർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങൾ, അധികം ആളുകളും അതിൽ പരാജയപ്പെട്ട, അധികം ആളുകൾക്കും നഷ്ടം സംഭവിച്ച 2 അനുഗ്രഹങ്ങൾ പറഞ്ഞു. നിഅമതാനി മഗ്ബൂനും ഫീഹിമ കസീറും മിനന്നാസി അസ്സഹതു വൽ ഫറാഉ. 2 അനുഗ്രഹം, നിഅമതാനി. ആ 2 അനുഗ്രഹത്തിലും അധികം ആളുകളും അതിൽ വഞ്ചിതരാണ്, അല്ലെങ്കിൽ നഷ്ടക്കാരാണ്. എന്താണ് ആ 2 എണ്ണം? ഒന്ന് ആരോഗ്യം, രണ്ടാമത്തത് ഒഴിവ് സമയം. ആരോഗ്യം നല്ലൊരു നിയമത്താണ്, സംശയമൊന്നുമില്ല. രോഗം വന്നാൽ അറിയാം ആരോഗ്യത്തിൻ്റെ നിയമത്ത്. രണ്ടാമത്തത് ഒഴിവ് നേരം. നിങ്ങൾ നോക്കൂ, ഒന്നിനും ഒഴിവില്ലാതെ തിരക്ക് പിടിച്ച് ജീവിക്കുന്ന ആളുകളിലെ, ഉറങ്ങാൻ പോലും സമയമില്ലാതെ അങ്ങനത്തെ ജീവിതമായ ആളുകളിലെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒരു ഒഴിവ് കിട്ടുക എന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പക്ഷേ ഒഴിവ് കിട്ടിയാൽ എന്ത് ചെയ്യും? അവിടെയാണ് പ്രശ്നം. അധികം ആളുകളും ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ അതിൽ അവർ വഞ്ചിതരായിത്തീരുന്നത്. ഒഴിവു സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം? നമ്മൾക്കൊരു പ്ലാൻ വേണം. ഇപ്പോൾ ഒരു മാസക്കാലം ഒഴിവാണ്, 2 മാസക്കാലം ഒഴിവാണ്. ആ 2 മാസം അല്ലെങ്കിൽ 1 മാസം എന്നൊക്കെ പറയുന്നത് മണിക്കൂർ കൂട്ടി നോക്കിയാൽ ഒരു വലിയ സമയമാണ്. അത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം. ആ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കാം. ഒരു നാട്ടിലുള്ള ആളുകൾക്ക് ആലോചിക്കാം, ഒരു മഹല്ല് കമ്മിറ്റിക്ക് ആലോചിക്കാം. ഇപ്പോൾ ഞാൻ പറയാം, പള്ളി ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് വെക്കേഷൻ കാലത്ത് എല്ലാവർക്കും കൂടി ഒരു ദിവസം വന്ന് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ മദ്രസയിൽ ഒരു പണി നടത്തണം, എല്ലാവർക്കും കൂടി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ വെക്കേഷനിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം, അതും വേണ്ട, നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ചെയ്യണം, അതിൽ കൂടിക്കൊടുത്തൂടെ? അപ്പോൾ ഏത് നന്മ ആയാലും നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സമയം ചെലവഴിക്കുവാൻ വേണ്ടി വ്യക്തിപരമായും സംഘടിതമായും പ്ലാൻ ഉണ്ടാക്കണം. മറ്റൊരു കാര്യം, കുടുംബ സന്ദർശനങ്ങൾ. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു വലിയ പ്രയാസം എന്താണെന്നറിയോ? കുടുംബത്തെ സന്ദർശിക്കാൻ സമയം കിട്ടുന്നില്ല. സ്വന്തം വീട്ടിലുള്ളവരല്ലാത്ത ആരെയും കാണുന്നില്ല, വീട്ടിലുള്ളവരെ തന്നെ പലരും കാണുന്നില്ല. ഇപ്പോൾ നമ്മോട് രക്തബന്ധമുള്ള, അടുത്ത ബന്ധമുള്ള, കുടുംബ ബന്ധമുള്ള എത്രയോ ആളുകളുണ്ട് പല സ്ഥലത്തും. അവരിൽ പലരും നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ആരോഗ്യമല്ല, വയസ്സായി കിടക്കുന്നു, രോഗിയായി കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. 2 മാസമൊന്നും മതിയാവില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത കുടുംബങ്ങളുമായുള്ള കുടുംബ ബന്ധം പുലർത്താൻ ഒരു സന്ദർശനത്തിന്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് ദീനിൽ വലിയ സംഗതിയാണ്. അപ്പോൾ അതിനും ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന്, പഠനത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ പഠിക്കാൻ നേരമല്ല. ഇപ്പോൾ ഖുർആൻ പഠിക്കണ്ടേ, നമ്മൾ ഖുർആൻ പഠിക്കാൻ നേരമല്ല, അത്ര തിരക്ക്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് ഖുർആൻ പഠിക്കാം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കാം, നമ്മളെ മക്കളെയും അത് പഠിപ്പിക്കാം, നമ്മളെ ഭാര്യമാർക്ക് അതിന് അവസരം ഉണ്ടാക്കാം. ഇപ്പോൾ നോക്കൂ, വെക്കേഷൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക്, 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ UP ക്ലാസ് കഴിഞ്ഞവർക്ക് എന്നാണ്. അതിലൊക്കെ നമ്മളെ കുട്ടികളെ അയച്ചു കൊടുക്കാം. അവരെന്തെങ്കിലും പഠിക്കട്ടെ, നല്ല കാര്യം. ഒരു ദിവസം 1-2 മണിക്കൂർ നേരം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4-5 ദിവസം സഹവാസ ക്യാമ്പുകൾ, അതിലൊക്കെ നല്ല ഉപകാരം ഉണ്ടാവും. അത് കുട്ടികൾക്കൊരു പീഡനമാവരുതെന്നേ ഉള്ളൂ. ഒഴിവുകാലത്തും കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന് തോന്നരുത്. ഈ ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ ഇപ്പോൾ വളരെ ആസ്വാദ്യകരമായി നടത്തുന്ന എത്രയോ ആളുകളും എത്രയോ കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ ഇൽമിൻ്റെ മഹത്വം നോക്കൂ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖഹു ഇലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ഇൽമ് കിട്ടാൻ വേണ്ടി ഒരു വഴിക്ക് ചെന്നാൽ, സഞ്ചരിച്ചാൽ, അല്ലാഹു തആല അതുമൂലം അവന് സ്വർഗത്തിലേക്ക് വഴിയൊരുക്കും. ഇപ്പോൾ നിങ്ങൾ ഒരായത്ത് പഠിക്കാനാണ്, അല്ലെങ്കിൽ ഒരു സൂറത്ത് പഠിക്കാനാണ്, ഒരു ഹദീസ് പഠിക്കാനാണ്, ഒരു ഇൽമ് പഠിക്കാൻ വേണ്ടി നിങ്ങളോ നിങ്ങളെ മക്കളോ ഭാര്യമാരോ ആ ഒരു വഴിയിൽ നീങ്ങിയാൽ നിങ്ങൾക്ക് അതുവഴി സ്വർഗത്തിലെത്താം. ഏതെങ്കിലും ഒരു മനുഷ്യൻ, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. ഏതെങ്കിലും ഒരാൾ വിവരമന്വേഷിച്ച് ഇൽമു പഠിക്കാൻ ചെന്നാൽ അതുകൊണ്ട് അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നു. മാത്രവുമല്ല, വൈന്നൽ മലായികത ലതളഉ അജ്നിഹതിഹാ റിളൻ ലിത്വാലിബിൽ ഇൽമ. ഇൽമു തേടിപ്പോകുന്ന ആളുകളോടുള്ള തൃപ്തി മൂലം മലക്കുകൾ അവരുടെ ചിറകുകൾ വിരുത്തി അവൻ ആശ്വാസം നൽകുമെന്ന്. വൈന്നൽ ആലിമ ലാ യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വൽ ഹൈതാനു ഫീ ജൗഫിൽ മാ. ഇൽമു തേടിപ്പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലും
ആകാശത്തിലുമുള്ള എല്ലാവരും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനം നടത്തും, വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള മത്സ്യങ്ങൾ പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ നമുക്കറിയില്ല, ഭൂമിയിലെ എല്ലാ സാധനങ്ങളും എങ്ങനെയാണ്. ഏതായാലും ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും പോരിശയുള്ളതാണ് ഇൽമ് പഠിക്കാൻ പോകുന്ന കാര്യം എന്നാണ്. അതുപോലെ മറ്റൊരു കാര്യം, അപ്പോൾ വെക്കേഷനിൽ നമുക്ക് ചെയ്യാവുന്നൊരു പണിയാണത്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സാന്നിധ്യം എത്ര കിട്ടുന്നുണ്ട്. കുടുംബനാഥൻ പുരുഷൻ ആ വീട്ടിലെ മറ്റംഗങ്ങളുമായി, അയാളുടെ ഭാര്യയുമായി, മക്കളുമായി, വാപ്പയുമായി, ഉമ്മയുമായി, ജ്യേഷ്ഠനുമായി, അനുജനുമായി ഒക്കെ എത്ര സമയം ചെലവഴിക്കാൻ കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് നേരെ കിട്ടുന്നുള്ളൂല്ലോ. പലരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് മഗ്‌രിബൊക്കെ ആയിട്ടാണ്. നന്ന രാവിലെ അവർ വീണ്ടും ജോലിക്ക് പോവാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു രൂപം. നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയത്താവണേ കുട്ടികൾ പഠിക്കാൻ പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ആരുമായും ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ ഒരു നല്ല സഹവാസം ഉണ്ടാക്കാൻ സാധാരണ ജീവിതത്തിൽ കഴിയില്ല. വെക്കേഷനിൽ നമുക്കൊരു യാത്ര പോയിക്കൂടെ, നമ്മുടെ ഭാര്യയെയും മക്കളൊക്കെ കുട്ടി ഒരു ടൂറ് പോയിക്കൂടെ, ഒരു നല്ല ടൂറ്. കുട്ടികൾ ആഗ്രഹിക്കുമത്, ഭാര്യമാർ ആഗ്രഹിക്കുമത്, നമ്മുടെ അനുജന്മാർ ആഗ്രഹിക്കുമത്, അവരെയും കൂട്ടി ഒരു ടൂറിന് പോകാം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സന്ദർശനമൊക്കെ നടത്തി തിരിച്ച്, അതൊക്കെ നല്ല ആഹ്ലാദകരമായിരിക്കും. ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതും വളരെ നല്ല ഒരു കാര്യമായിരിക്കും. അല്ലാതെ നമ്മളെ മക്കൾ ആരുടെയും കൂടെ വളരെ ഹറാമായൊരു യാത്രക്ക് പോകുന്നത് അത് നമുക്ക് നിയന്ത്രിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ വേറെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ ഉപകാരപ്പെടുന്ന കാര്യത്തിലേക്ക് ഇത് കൊണ്ടുപോകണം. ഒരു ഹറാമിലേക്കും നമ്മുടെ മക്കളോ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ജീവിതം മുഴുവനും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്, അതിന് സംവിധാനമുണ്ട്. പരലോകത്തെത്തുമ്പോൾ ആ കിതാബ് നമുക്ക് തരികയും ചെയ്യും. ആ കിതാബിൻ്റെ രൂപം എന്താണെന്നറിയോ? മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. സൂറത്തുൽ കഹ്ഫ് 49-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നത് മാ ലിഹാദൽ കിതാബ്, ഈ കിതാബ് ഇതെൻ്റെ ഒരു കിതാബാണ്. കിതാബ് തന്നെ റെക്കോർഡാണത്. നാം ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളൊക്കെ പരലോകത്ത് റെക്കോർഡ് ചെയ്ത് കയ്യിൽ. അപ്പം മനുഷ്യൻ പറയുന്നത് ഈ കിതാബിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ 11 മാസക്കാലം നമ്മളിങ്ങനെ ഹലാലായി നല്ല നിലക്ക് ജീവിച്ചിട്ട് ഒരു മാസം നമുക്കൊരു ഒഴിവ് നേരം കിട്ടിയപ്പോഴായാലും കൂടി ഹറാം ചെയ്താൽ അതും അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭയപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും സമയം നഷ്ടപ്പെടാതെ പോവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്, നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ചില ദിവസങ്ങളിൽ ഹറാമോ ഹലാലോ ഒന്നുമില്ലാന്ന്. ആഘോഷ ദിവസം, കല്യാണ ദിവസം, ടൂറ് പോകുന്ന സമയം, അതുപോലെ ചില ദിവസങ്ങളിൽ മനുഷ്യന് കളവ് പറയാമെന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഏപ്രിൽ 1 അന്ന് കളവ് പറയാമെന്നുള്ളൊരു വിചാരം. എങ്ങനെയോ ഉണ്ടായ ഒരു സംഗതി. നമുക്കതിനും ഒരു സമീപനം വേണം. ഏപ്രിൽ 1 ഏപ്രിൽ 10 ആയാലും ഏപ്രിൽ 30 ആയാലും ഏത് മാസമായാലും കളവ് പറയാൽ കളവ് തന്നെയാണ്, ഹറാമാണ്. തമാശക്കായാൽ എന്താന്ന് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബു വൈലുൻ ലഹു വവൈലുൻ ലഹു. വൈലുൻ നാശം, ശിക്ഷ ഉണ്ടാവുന്ന കാര്യത്തിനാണ് വൈലുൻ എന്ന് പറയാം. ആർക്ക്? ഒരു വർത്തമാനം പറയാം, എന്നിട്ട് ആളുകൾ ചിരിക്കാൻ വേണ്ടി, എന്നിട്ട് അയാൾ കളവ് പറയാം, അയാൾക്ക് നാശമാണ്, അയാൾക്ക് നാശമാണ്.
അപ്പോൾ ആളുകൾ എന്തിനാ കളവ് പറയൽ? അല്ലേ, തീപിടുത്തം ഉണ്ടായിക്കുന്നൊക്കെ ഫയർ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയും ആൾക്കാർ. എന്നിട്ട് അത് നേരാന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും വണ്ടിയും വാഹനമൊക്കെ വരും. എന്തെല്ലാം അനർത്ഥങ്ങളാണ്! ഒരു സത്യം പറഞ്ഞാൽ തന്നെ അത് ശരിയാന്ന് തോന്നുന്നു. ആക്സിഡൻ്റ് ആയിക്കുന്നു എന്ന് അത് വെറുതെ പറഞ്ഞതായിരിക്കും എന്നും വിചാരിക്കും. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു കാരണവശാലും കളവ് പറയാൻ പാടില്ല എന്നാ, കളവിലേക്ക് എത്തുന്നതും പറയാൻ പാടില്ല എന്നാ. ഇപ്പം കേട്ടതെല്ലാം പറഞ്ഞാലോ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതെല്ലാം പറയുക എന്നത് തന്നെ ഒരാൾ കളവ് പറയുന്നവനാകുന്നതിന് അത് മതിയാവുന്നതാണ് എന്നാണ്. കാരണം ഈ പറഞ്ഞു വരുന്ന പലതും സത്യം ആവണമെന്നില്ല. അതും സൂക്ഷിക്കേണ്ടതാണ്. ജീവിതത്തിൽ നാവിനെ സൂക്ഷിക്കുക, കൈകാലുകളെ സൂക്ഷിക്കുക, അവയവങ്ങളെ സൂക്ഷിക്കുക. എല്ലാ തരത്തിലുമുള്ള സൂക്ഷ്മതയും ഈമാനിൻ്റെയും തഖ്വയുടെയും ഭാഗമായി നമ്മൾ കാണണം. ആ നിലക്ക് മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ഇന്ന് ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഒരു പള്ളി നിർമ്മാണത്തിന് പണം കളക്ട് ചെയ്തിരുന്നു. അതിന് നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു സംഖ്യ കിട്ടി. ആ കളക്ഷനെക്കുറിച്ച് ഞാൻ ഈ ഹുത്ബയിൽ പറഞ്ഞത്, ഈ ഹുത്ബ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് അതിലേക്ക് പണം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പ്രതിഫലം നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം, ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം എന്താ അറിയാം? 2 വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന അപേക്ഷകളും കാര്യങ്ങളൊക്കെ, ഒന്ന് ചികിത്സിക്കാൻ കഴിയുന്നില്ല, അത്രയാണ് ചിലവ്. മരുന്നിന് ചിലവ്, പരിശോധനയ്ക്ക് ചിലവ്, ചികിത്സക്കാലത്തെ ചിലവൊക്കെ. അത് വളരെ കൂടുതൽ അതിന് സഹായം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന. അതിൻ്റെ കീഴിൽ നല്ലൊരു സ്ഥാപനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പണി പൂർത്തിയായി. കെയർ ഹോം എന്ന് പറഞ്ഞിട്ട്, അതായത് ക്യാൻസർ രോഗികൾ, ലുക്കേമിയ പിടിച്ചവർ, അതുമാതിരി പല അസുഖങ്ങളുള്ള ആളുകൾ ഹോസ്പിറ്റൽ രോഗികളുള്ളപ്പം അല്ലെ പിന്നെ കുറച്ച് കാലം നിൽക്കേണ്ടി വരുമ്പോൾ നിൽക്കാൻ ഫ്രീ ആയിട്ടുള്ള ഒരു സംഗതി. കോടിക്കണക്കിന് ഉറുപ്പിക ചിലവിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉദ്ഘാടനം മറ്റന്നാൾ ഞായറാഴ്ച 31-ാം തീയതി 4 മണിക്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്, അവിടെ ഒളിമ്പ്യൻ റഹ്മാൻ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് ആ കെട്ടിടം. അവിടെ വെച്ച് അതിൻ്റെ പരിപാടിയുണ്ട്. അതിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ്. മാത്രമല്ല അതിൻ്റെ നടത്തിപ്പിന് മുന്നോട്ട് ഒരു മാസം 13 ലക്ഷത്തോളം രൂപ വേണ്ടി വരുന്ന ഫ്രീ ഭക്ഷണവും ഫ്രീ താമസവും മരുന്നൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിൻ്റെ പ്രവർത്തകർ വരുമ്പോൾ സഹായം ചെയ്യണം. മറ്റൊന്ന്, ഇവിടെ കോഴിക്കോട്ട് തന്നെ ഈ കപ്പക്കൽ പ്രദേശത്തുള്ള ഒരു പാവം കുടുംബം ഒരു വീടിൻ്റെ ചെരുവിൽ ഒരു ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ ജീവിച്ചു പോരുകയാണ്. ആ കുട്ടികൾക്ക് ഒരു വീട് നിർമ്മിക്കാൻ ഫറൂഖ് റൗദത്തുൽ ഉലൂം അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ, NSS വിദ്യാർത്ഥികൾ പരിശ്രമിക്കുകയും കാശ് കളക്ട് ചെയ്ത് വീട് നിർമ്മാണം ഏതാണ്ട് തീരുകയാണ്. 75% തീർന്നു. ഇനി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് 1 ലക്ഷം രൂപയും കൂടി കിട്ടിയാൽ ആ കുടുംബത്തിന് അതിൽ കയറി താമസിക്കാനാകും. അപ്പോൾ അതിന് വേണ്ടി ഇന്നിവിടെ കളക്ഷൻ നടത്തും. ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ വീട്ടുപണി പൂർത്തിയാക്കാൻ വേണ്ടി ആ കളക്ഷന് എല്ലാവരും സഹായിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളും മുസീബത്തുകളും ഞങ്ങളിൽ നിന്ന് നീ അകറ്റിത്തരണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി തരണമേ. അല്ലാഹുവേ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അതൊക്കെ തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളെ നീ ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد
വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.